പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശം പടക്കളത്തിലൂടെ എല്ലാ ദിവസവും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എടക്കര പാലേമാട് വായനശാലയ്ക്ക് സമീപത്ത് നിന്നാണ് നമ്മൾ പടക്കളവുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇന്നിപ്പോൾ എത്തുന്നത്. വളരെ സജീവമായൊരു ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പങ്കെടുക്കുന്നത് ശ്രീ വി കെ സനോജ് DYFI LDF പ്രതിനിധിയായി എത്തുന്നു. ഡോക്ടർ സോയ ജോസഫ് UDF പ്രതിനിധിയായി എത്തുന്നു. അതുപോലെ തന്നെ പാലേമാട് നിന്നും ഈ നിവാസികൾ ഇവിടുത്തുകാരൊക്കെ സജീവമായി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം, പടക്കളത്തിലേക്ക് കടക്കാം. ഡോക്ടർ സോയ, തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയമായ ശ്രദ്ധ വളരെ കൂടുതലാണ്. കേരളം മുഴുവൻ ഏതാണ്ട് നിലമ്പൂരിൽ എന്ന മട്ടിൽ നേതാക്കളും ഒക്കെ നിൽക്കുന്നൊരു കാലമാണ്. സ്വാഭാവികമായി ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച വിലയിരുത്തലും വോട്ടർമാർക്കിടയിലെ ചർച്ചയും എന്നുള്ളതാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്താൽ അൻവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വിജയിക്കില്ല, നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടാത്ത വിധം ഒരു എതിർ സ്ഥാനാർത്ഥിയിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പരമ്പരാഗതമായി ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഇതിൻ്റെ UDF തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്ന തരം വാർത്തകളും നിരീക്ഷണങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പുറത്ത് സ്വരാജാണ് സ്ഥാനാർത്ഥി എന്നും സ്വരാജിന് LDF കരുതുന്നത് ഒരു വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ഈ ഘടകങ്ങൾ എങ്ങനെയാണ് UDF വിലയിരുത്തുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ അജണ്ട ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവിടെ മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതും. സ്വരാജ് എന്ന് പറയുന്നത് എന്തോ ഇമേജുള്ള അല്ലെങ്കിൽ എന്തോ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരാളാണെന്നുള്ളൊരു ധാരണ വളരെ കൃത്യമായിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിൻ്റെ സംവിധാനങ്ങൾക്കും ഉണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്നൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കുമെന്ന് ഉറപ്പുള്ള, ഞാൻ ക്ലിപ്പിംഗ് കാണിച്ചു തരാം, ഞാൻ തൃപ്പൂണിത്തരക്കാരനാണ്. ഞാൻ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ തൃപ്പൂണിത്തരക്കാരനാണെന്ന് പറഞ്ഞ ആ ക്ലിപ്പിംഗ് ഞങ്ങളൊക്കെ കണ്ടതാ. നമ്മുടെ കയ്യിലുണ്ടെന്നേ, നമ്മുടെ കയ്യിലുണ്ട്. സ്വയം അതിൽ തർക്കിക്കാനൊന്നും പോകണ്ട. അദ്ദേഹം ഈ ജന്മനാട് നിലമ്പൂരാണ് അദ്ദേഹത്തിന്റെ വോട്ട്. അദ്ദേഹം അതായത് അദ്ദേഹം ഒരു ചർച്ചയിൽ അതുകൊണ്ടല്ല, ശരി സ്വയ നോക്കൂ ഇല്ലല്ല സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഡോക്ടർ സോയ ഈ സ്ഥാനാർത്ഥി തന്നെ ആരവഹേളിച്ചു? ട്രെയിനിലല്ലേ വന്നേ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ട്രെയിനല്ലേ? ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരാൻ പാസഞ്ചർ ട്രെയിനല്ലേ ഉള്ളത്? ട്രെയിനിൽ വരുന്ന അപാകതയാണോ? സോയ നോക്കൂ, അല്ല താങ്കൾ പറഞ്ഞതിൽ പെശകുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ജന്മനാട് തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോഴും ഇപ്പോഴും മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് മണ്ഡലത്തിലാണ്. അദ്ദേഹം ഇവിടുത്തെ വോട്ടറാണ്. അതിനെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് രാഷ്ട്രീയമായി മര്യാദ കാണിക്കുന്നില്ല എന്നാണ് അവർ ചോദിച്ചത്. ഈ ജന്മനാട് ഇവിടുത്തെ വോട്ടറാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ വന്ന് അദ്ദേഹം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു. എല്ലാ ദിവസവും എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോയി ആദ്യ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തിന് ചുമതലപ്പെട്ട കാര്യങ്ങളിലേക്കോ മണ്ഡലങ്ങളിലേക്കോ തൃപ്പൂണിത്തുറയ്ക്കോ പോയിട്ടുണ്ട്. ഇവിടുത്തെ വോട്ടറാണ്, ഇവിടെ ജന്മനാടാണ്. അത് രാഷ്ട്രീയ മര്യാദയല്ലേ, അത് അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷെ താങ്കൾ പറഞ്ഞതിൽ ഒരു ധ്വനിയാണ് അവർ വിമർശിച്ചത്. ട്രെയിൻ ഇറങ്ങി വന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതിൽ ഒരു അപാകതയുണ്ടെന്നാണ് പറഞ്ഞു. തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോ ഞാൻ തൃപ്പൂണിത്തറക്കാരനാ, നിലമ്പൂര് മത്സരിക്കുമ്പോ ഞാൻ നിലമ്പൂരുകാരനാ. ഇവിടുന്ന് തോറ്റ് കഴിഞ്ഞ് അടുത്ത സീറ്റ് കൊടുക്കുമ്പോ ഞാൻ അവിടുത്തെ ആളാ എന്ന് പറയുന്ന ആള് തന്നെയാ. അക്കാര്യത്തിൽ ഞാൻ തിരുത്താൻ തയ്യാറല്ല. സനോജിന്റെ അവസരം. സനോജ് പറയും. സനോജ് എന്തിനെ കുറിച്ച് പറയും? പറയാം. ഇല്ല, പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. 23-ാം തീയതി ആര്യാടൻ ഷൗക്കത്ത് MLA ആയിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. സുഹൃത്തെ, MLA ആയിട്ടേ പോകുന്നുള്ളൂ. പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ആര് പോകണം ആര് നിൽക്കണം, രണ്ട് മുന്നണികൾക്കും നിങ്ങൾക്ക് സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കി ഇതൊരു ചർച്ചയാണ്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടി അവസരത്തെ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. നിങ്ങൾക്ക് അവർ പറഞ്ഞാൽ വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പുറത്തെ LDFനും പ്രതിനിധിയുണ്ട്, അദ്ദേഹത്തിനും പറയാൻ അവസരമുണ്ട്, നിങ്ങൾക്കും അവസരമുണ്ട്. കുറെ കൂടി ജനാധിപത്യപരമായി കാണുക. കേട്ട ഉടനെ തന്നെ പ്രതികരിച്ച് എല്ലാവരും കൂടെ വേളം വെച്ചാൽ ഒന്നും കേൾക്കില്ല. യെസ് സനോജ് അതിന് അവസരം തരാം, മൈക്ക് തരാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF
എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നത് പറയും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ UDF-ന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ വന്നു എന്നാണ് പറഞ്ഞത്. ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി അതിലേക്കാണ് പറഞ്ഞത്. വരുന്നത്. പറയട്ടെ. ഇമേജിനെ പറ്റി ചോദിച്ചു. ട്രെയിനിൽ ഇമേജിനെ പറ്റി മറുപടി വന്നു. പറഞ്ഞു. പറയട്ടെ. രാഷ്ട്രീയം അത് ചോദിക്കുമ്പോൾ കേട്ടിട്ട് രാഷ്ട്രീയം പറയട്ടെ. പറയും. അല്ല അതിൽ തന്നെ അവസരമല്ലേ? അതിനെ എന്റെ നിരാകരിക്കാൻ അവസരമല്ലേ? കഴിയില്ല. സ്വയം കേൾക്കൂ. എന്റെ അവസരമല്ലേ? അദ്ദേഹം ഒരു വാചകത്തിൽ കയറി പിടിക്കാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം പറയട്ടെ. ചോദിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറഞ്ഞത് പറയും. ഇമേജിനെ പറ്റി ചോദിച്ചാൽ ഇമേജിനെ പറ്റി അല്ല, പറയും. UDF അല്ലാതെ തേങ്ങാന്ന് ചോദിക്കുമ്പോൾ UDF-ന്റെ പ്രതിനിധി ഇനി പറഞ്ഞില്ലല്ലോ. പറഞ്ഞു തുടങ്ങിയപ്പോഴേ UDF-ന്റെ തടസ്സപ്പെടുത്താം. പ്രതിനിധി ട്രെയിനിൽ വന്നിറങ്ങിയത് കുറ്റമായി കണ്ടു എന്നല്ലേ ഇപ്പം മനസ്സിലാക്കുക അല്ലേ? ട്രെയിനിൽ വന്നിറങ്ങിയത് ഭയങ്കരമായ കുറ്റമായി പോയി. അപ്പം ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ UDF-ന്റെ MLA-മാർ ട്രെയിൻ മാറി മാറി കയറിയിട്ട് 5 സ്ഥലത്ത് പോയിട്ട് തോറ്റ ആളൊക്കെ ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. മുരളീധരനെ പോലെ ആളുകൾ അവരന്നേരം പറഞ്ഞിട്ടൊന്നുമല്ല പോയത്, ട്രെയിനിൽ തന്നെയാണ് പോയത്. അമേഠിയിൽ തോക്കുമെന്ന് പേടിച്ചിട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ചു വന്ന ആളൊക്കെ ഉണ്ട്. അയാളെ പേരെന്താ? രാഹുൽ ഗാന്ധി അല്ലേ? അതിനുശേഷം പിന്നെ വീണ്ടും ഒരാൾ കൂടി ഇങ്ങോട്ട് വന്നു, അവരുടെ പേര് പ്രിയങ്ക ഗാന്ധി. അപ്പൊ രാജ്യം മുഴുവൻ പരന്ന് കിടക്കുന്ന ഒരു പാർട്ടിയാണ് സംസാരിക്കുന്നത്. നമ്മളാരും പറഞ്ഞിട്ടില്ല അയ്യോ ഫ്ലൈറ്റ് പിടിച്ച് വന്നേ എന്നല്ല പറഞ്ഞത്. സുഹൃത്തെ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വരുന്നത് ട്രെയിനിലാണോ കാറിലാണോ ഓട്ടോറിക്ഷയിലാണോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ നമ്മൾ പറയണം അയ്യോ ഫ്ലൈറ്റ് പിടിച്ച് വരുന്ന സ്ഥാനാർത്ഥി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്വരാജ് നിലമ്പൂരുകാരനാണ്. സ്വരാജ് ഇവിടെ ട്രെയിനിലും വരും, കാറിലും വരും, ചിലപ്പോൾ നടന്നിട്ടും വരും. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. സ്വരാജ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്, സ്വരാജ് മുന്നോട്ട് വെക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ? അതാണ് ഇവിടെ ഗൗരവമായ പ്രശ്നം. അതുകൊണ്ട് ട്രെയിനിൽ വന്നത് വലിയ കുറ്റമായി കാണേണ്ട കാര്യമില്ല. പക്ഷേ സനോജ് ഒരു കാര്യം ഡോക്ടർ സ്വയ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, സ്വരാജിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്, അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ ശ്രമം നടത്തുന്നത്, അതൊരു അജണ്ടയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇവരാദ്യം പ്രചരിപ്പിച്ചത് പിന്നെ ധൈര്യമുണ്ടെങ്കിൽ സ്വരാജ് മത്സരിക്കൂ എന്നായിരുന്നു. എന്തുകൊണ്ട് സ്വരാജിനെ പോലുള്ള ആളുകൾ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നായിരുന്നു. സ്വരാജ് വന്നതിന് ശേഷം പിന്നെ എന്താ ഇവർ പ്രചരിപ്പിക്കുന്നത്? സ്വരാജ് വന്നതിന് ശേഷം ഇവർ പറയുന്നു അയ്യോ ട്രെയിനിൽ വന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വരാജ് വന്നതോടുകൂടി UDF-ന്റെ ക്യാമ്പാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അപ്പോൾ അതിനുശേഷം പിന്നെ സ്വരാജിനെ കേന്ദ്രീകരിച്ചുള്ള ചില വർഗീയ പ്രചരണങ്ങൾക്കെല്ലാം ഇവർ നേതൃത്വം കൊടുത്ത അനുഭവം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു തരം വർഗീയ പ്രചരണത്തിനും സ്വരാജിനെ തകർക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ കേട്ട ഒരു മൈക്ക് അനൗൺസ്മെന്റ് എന്താണെന്ന് അറിയുമോ ശരത്തെ? കേൾക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ അനുകൂല യുദ്ധവിരുദ്ധ നിലപാടെടുത്ത, ശബരിമല വിഷയത്തിൽ വിശ്വാസത്തിനെതിരായ നിലപാടെടുത്ത ആൾക്ക് വോട്ടില്ല എന്ന്. ഇത് ഞാൻ കരുതി പെട്ടെന്ന് BJP-യുടെ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്ന്. നോക്കും BJP-യുടെ അനൗൺസ്മെന്റ് അല്ല, ആ അനൗൺസ്മെന്റ് കോൺഗ്രസിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനും ഇവരുടെ ഈ UDF സംവിധാനത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാൻ വേണ്ടി കഴിയില്ല. കുറച്ച് വർഗീയത, മതം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് എന്തെങ്കിലും തരത്തിൽ ഒന്ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ ആലോചന. ഇവരുടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ച അന്ന് മുതൽ തന്നെ അങ്ങോട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് ഇവർ പോയി. കാരണം ഇവർ പ്രതീക്ഷിച്ച അൻവറാണല്ലോ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയിച്ച അതേ ആ നിമിഷം തന്നെ ഈ സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞത്. അതുവരെ അന്ന് അൻവർ അത് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ട് ആ നിമിഷം അൻവർ ആ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞപ്പോ അൻവറോട് മിണ്ടാതിരിക്കുമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നെ അൻവറിന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് തലയിൽ മുണ്ടിട്ടിട്ട് അങ്ങോട്ട് പോയല്ലോ. അൻവറിന്റെ കാല് പിടിക്കാൻ, അൻവറോട് മാപ്പ് പറയാൻ അങ്ങോട്ട് പോയില്ലേ? യഥാർത്ഥത്തിൽ അൻവറോട് അന്ന് തെറ്റണ്ടേ ഇവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി സ്ഥാനാർത്ഥിയെ അന്ന് തള്ളിയ അൻവറിനെ തലയിൽ മുന്നിട്ട് കാണാൻ പോയത് എന്തിനാണ്? അല്ല, ഈ പറയുന്നത് പോലെ അൻവറിനെ പറ്റി 9 കൊല്ലമായി അൻവർ ഒരു പാഴായിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം കൂടിയുണ്ട്. 9 കൊല്ലം ഇവിടുത്തെ ഭരണകൂടം ഒരു പാഴായിരുന്നു എന്നുള്ള അതും കൂടിയാണ് അതിന്റെ അർത്ഥം. അതും കൂടെ നിങ്ങൾ കേരളത്തില് ഇപ്പൊ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. ഇവിടെ ഇന്നലെ ഒരു പ്രസ്താവന വന്നു. കോൺഗ്രസ് UDF-ന്റെ പ്രതിനിധിയോട് ചോദ്യം, വർഗീയ ശക്തികളുമായി അവരുമായ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടതുപക്ഷം വ്യക്തമായി പറഞ്ഞു. പറയട്ടെ, ജമായത്ത് ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, വെൽഫെയർ പാർട്ടി. അവനെ ഘടകകക്ഷിയാക്കിക്കൊണ്ടാണ് നിങ്ങൾ
എന്ത് നിലപാട് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ കണ്ടീഷൻ കോൺഗ്രസ് പറയട്ടെ. അല്ല, ആരായി ചോദിക്കുന്നത് ചേട്ടാ? ആരായി ചോദിക്കുന്നത്? PDP ആയിട്ട് വേദി പങ്കിട്ട ആളുകളെ ഇവിടെ വന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ അല്പമെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള PDP-യുടെ കൂടെ വേദി പങ്കിട്ട ആളുകൾ മറുപടി പറയേണ്ട അവസ്ഥ കോൺഗ്രസ് നടത്തില്ല. വേദി പങ്കിട്ട ആളുകൾ നിങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയും PDP-യും ഒരുപോലെയല്ല. ഇവരുടെ ദേശീയ നേതാവ്, നിങ്ങളുടെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ RSS-നെ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയോ? ഇല്ല എന്ന് പറയാൻ കഴിയോ? നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഈജിപ്തിലെ ആഗോള ഭീകരവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് പല ഘട്ടങ്ങളിലും ഉപമിച്ച നിരവധി പ്രസംഗങ്ങൾ ഞാൻ എടുത്തു തരാം. ആ മുസ്ലിം ബ്രദർഹുഡിനെ കേരളത്തിൽ ആരാധിക്കുന്ന ആ മുസ്ലിം ബ്രദർഹുഡിന്റെ അതെ പറയട്ടെ, ആഗോള ഭീകര പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിനെ ആരാധിക്കുന്ന അതിന്റെ നേതൃത്വത്തെ പൂവിട്ട് പൂജിക്കുന്നവരാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ഹസനുൽ ബന്നയുമായിട്ട് അവരുടെ ഫോട്ടോ പിടിച്ചിട്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടല്ലോ. അവർ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അങ്ങനെ ആഗോള ഭീകര പ്രസ്ഥാനമായിട്ടുള്ള ഈ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്, തീവ്രവാദ പ്രസ്ഥാനമാണ്, മതരാഷ്ട്രവാദ ആശയം മുന്നോട്ട് വെക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. PDP അങ്ങനെയല്ല. PDP ഒരിക്കലും അങ്ങനെയല്ല. പറയാം PDP-യുടെ നേതാവായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം വരട്ടെ. മറുപടി പറയുന്നത് പറയുന്നത് കേൾക്കൂ. പറയുമ്പോ കേട്ടിട്ട് പ്രതികരിക്കൂ സുഹൃത്തുക്കളെ. നിങ്ങൾ അസ്വസ്ഥപ്പെടാതെ. ഞാൻ സംസാരിച്ചതിന് ശേഷം എന്റെ മൈക്ക് നിങ്ങൾക്ക് തരാം. PDP നേതാവായിട്ടുള്ള മദനി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞു, എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ ആ നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊതുസമക്ഷം വന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ ആളാണ് മദനി. ആ മദനിയുടെ പാർട്ടിയാണ് PDP. ആ PDP-യും ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഒന്നല്ല. ആ നിലപാടാണ് ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? ഒരു ചോദ്യം ആരോടാണ്? ആഗോളം അവിടെ നിൽക്കട്ടെ, നിലമ്പൂരിലേക്ക് വരാം. നിലമ്പൂർ ബൈപ്പാസിൽ ഒരു കൊട്ട മണ്ണ് ഈ 9 വർഷമായിട്ട് നിങ്ങൾ ഇട്ടിട്ടില്ല. അതിനൊന്ന് മറുപടി ഒറ്റ വാക്കി. വികസനത്തിലേക്ക് ചർച്ച പോകണം എന്നാണോ? കൊടുക്കൂ, എടുത്തിട്ട് വാ. ചോദിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് 9 വർഷക്കാലമായിട്ടുള്ള വികസനം? 1965 മുതൽ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 65-ൽ തോറ്റു, 67-ലും തോറ്റു. 69 മുതൽ ഈ കഴിഞ്ഞ കാലം വരെ 5 കൊല്ലമല്ലാത്ത കാലഘട്ടം, 9 കൊല്ലം മുതൽ 5 കൊല്ലം അതിൻ്റെ ഇടയ്ക്കുണ്ട്. TKMC ജയിച്ച സമയം അതൊഴികെയുള്ള 10-45 കൊല്ലക്കാലം ഈ പറയപ്പെടുന്ന നിലമ്പൂർ ഭരിച്ചിട്ട് ഓരോ റോഡ് മര്യാദയ്ക്ക് പോകാനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നോക്കണം. ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ബൈപ്പാസ് മര്യാദക്കൊക്കെ പറഞ്ഞത് മര്യാദ ചോദിക്കട്ടെ. സുഹൃത്തെ, നിങ്ങൾക്ക് തരാം. ക്ഷമയോടെ അദ്ദേഹം പറഞ്ഞിട്ട് മൈക്ക് തരാം. മറുപടി ഉണ്ട് ചേട്ടാ, മറുപടി ഉണ്ട്. ചോദ്യം പൂർത്തിയാക്കൂ. അത് പറഞ്ഞോ. ഈ പറയപ്പെടുന്ന മര്യാദയ്ക്ക് പോകാനുള്ള റോഡല്ല. ഇന്ന് എല്ലാ റോഡുകളും ഒരു റോഡൊഴികെ എല്ലാ റോഡുകളും നിലക്ക് 2 വരി പാതയായി മാറി. ഇവിടെയുള്ള മലയോര പാത, ഈ പറഞ്ഞ മൂത്തേടങ്കാർ ഓടുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ വെറും കുണ്ടും കുഴിയായിരുന്നു. ഇന്ന് ഏത് വണ്ടിക്കും ഏത് ഹൈവേ പോകാൻ പറ്റുന്ന വിധത്തിലാ ഉണ്ട്. ഈ വിധത്തില് മലയോര ഹൈവേ സ്റ്റേറ്റിന്റെയാണ് സുഹൃത്തെ, സ്റ്റേറ്റിന്റെയാണ് മലയോര ഹൈവേ സ്റ്റേറ്റിന്റെയാണ്. രണ്ടാമത് അല്ല കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അല്ല, മോദി സർക്കാരാണ്. അല്ല, വലിയ പെശ കൊണ്ടാ പറഞ്ഞതിൽ. മലയോര ഹൈവേ കേന്ദ്ര സർക്കാരിന്റെ അല്ല, സ്വയ കേട്ടല്ലോ. മലയോര ഹൈവേ സംസ്ഥാന സർക്കാരിന്റെയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ദയവായി ശ്രദ്ധിക്കുക. ഇതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട്. ശരി, ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ? ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ.
ഞാൻ ഈ കരുവാരകുണ്ട് എന്ന് പറയുന്ന ഇതിന്റെ തൊട്ടടുത്ത അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആരോടെങ്കിലും വന്ന് പറയുന്നത് പോലെ എന്റെ അടുത്ത് പറയരുത്. പറയട്ടെ, അദ്ദേഹം ഇവിടുത്തുകാരനാ, പറയട്ടെ. അദ്ദേഹം ഇവിടുത്തുകാരനാ. അത് ഞാൻ പറയട്ടെ. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ധാരണ ഉണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതിന് അതിനെ അല്ല, എനിക്ക് മാനിച്ചുകൊണ്ട് മറുപടി. ധാരണക്കുറവുണ്ട് എന്ന് പറഞ്ഞു വെക്കരുത്. ഞാൻ എവിടെന്നെങ്കിലും ട്രെയിൻ കയറി വന്ന ആളല്ല എന്നും കൂടെ ഞാൻ സൂചിപ്പിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഈ നിയോജക മണ്ഡലംകാരനാണ്. പറയട്ടെ, പറയട്ടെ. അപ്പൊ ആ ഈ വോട്ടർ നാട് എന്നുള്ള പരിഗണന അല്ല, മറുപടിയാകൂ. തീർച്ചയായിട്ടും. അല്ല, ഈ നാട് എന്തായിരുന്നു? ഇവിടെ എത്ര പുഴകളും എത്ര ചെറുനദികളും അതിന്റെ കൈവരികളും ഉണ്ടായിരുന്നുവെന്ന് അല്ല, ഇതിവിടെ എത്ര നദികളും പുഴകളും കൈവരികളും ഉണ്ടായിരുന്നുവെന്ന് നദികളും പുഴകളും കൈവരികളും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. താങ്കൾ രാഷ്ട്രീയമായ അന്ധത കൊണ്ട് സംസാരിക്കരുത്. പറയട്ടെ, ആ പുഴകളെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള്. മറുപടി വന്നു. പാലത്തുകൂടെ കടന്നുപോയിട്ട് അല്പമെങ്കിലും ഉളുപ്പ് വേണം, അല്പമെങ്കിലും ആർജവം വേണം. ആ പാലത്തുകൂടെ കടന്നുപോയിട്ട് ഉളുപ്പില്ലാതെ സംസാരിക്കരുത്. ഇവിടെ ഈ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഈ ചർച്ചയിൽ വികസനം പ്രധാനമായും ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാ വികസന അദ്ദേഹത്തിന്റെ അവസരമാണ്. പ്ലീസ്, സോയ ജോസഫ് കൊണ്ട് കാര്യമില്ല. ഇനി അദ്ദേഹം പറയുന്ന കേൾക്കൂ. അതെ, ഞാൻ പറഞ്ഞുതരാം. സുഹൃത്തെ, അദ്ദേഹം സംസാരിക്കട്ടെ. എല്ലാ സ്കൂളിന്റെ മുമ്പിലും സിന്തറ്റിക് ലഹരി ഒഴുകുക, അതാ വികസനം. സോയ പ്ലീസ്, ഇതൊരു ചർച്ചയാണ്. സനോജിന്റെ അവസരം. അതായത് അങ്ങനെ പറയരുത്. ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോഴും കയറി ബഹളം വെക്കണം. യാതൊരു മടിയുമില്ല. ഇവിടെ പറയട്ടെ സുഹൃത്തെ, അദ്ദേഹം പറയും. അതിന്റെ ഓർഡർ നമ്മളല്ല തീരുമാനിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, അത് മര്യാദ. അസ്വസ്ഥമാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. വികസനം പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യട്ടെ. ഇവർ പറഞ്ഞല്ലോ ആര്യാടന്റെ കാലത്താണ് ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നത് എന്ന്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയാം. ഇവിടെ 291 കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം 2016 മുതൽ 2024 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. പറയട്ടെ, പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം 82 കോടി രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. വികസനത്തെക്കുറിച്ച് തന്നെ പറയാം. ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി ഉണ്ടാക്കി. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിന്റെ പേരാണ് അമരമ്പലം പഞ്ചായത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ആ പഞ്ചായത്തിന്റെ പേര് അമരമ്പലം പഞ്ചായത്ത് എന്നാണ്. 1000-ൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. പണ്ട് ആര്യാടന്റെ കാലത്ത് ലൈഫ് പദ്ധതി ഉണ്ടോ, ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ ആര്യാടന്റെ കാലത്ത് എല്ലാം നടന്നത് എന്ന്. 2400-ൽ കൂടുതൽ വീട് ഈ മണ്ഡലത്തിൽ മാത്രം നിർമ്മിച്ചു കൊടുത്തു സുഹൃത്തെ. അത് വികസനമല്ലേ? ആര്യാടന്റെ കാലത്ത് ആർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു? നിങ്ങൾ അവിടെ ഇരിക്കെ, നിങ്ങൾ അവസരത്തിൽ പറയാം. ആര്യാടന്റെ കാലത്ത് ആർക്കാണ് വീട് നിർമ്മിച്ചു കൊടുത്തത്? UDFന്റെ കാലത്ത് ആർക്കാ വീട് നിർമ്മിച്ചു കൊടുത്തത്? സുഹൃത്തെ, മോഡറേറ്റർ അല്ല ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. നിങ്ങൾ ചോദിച്ചു, അദ്ദേഹം പറയുന്നു. കേട്ട് കഴിഞ്ഞ് വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ UDFന്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. വികസനമാണ്. ഈ മണ്ഡലത്തിൽ മാത്രം 2500-ൽ കൂടുതൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തത് ഇടതുപക്ഷത്തിന്റെ വികസനമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആര്യാടന്റെ കാലത്തെല്ലാം നടന്നു എന്ന്. ആര്യാടന്റെ കാലത്ത് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കൊടുത്തിട്ടില്ല. അല്ല, നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾ അത് വേണ്ട. അല്ലല്ല, എന്റെ അവസരത്തെ ഞാൻ പറയും. ചോദ്യം ഇവിടെ ചർച്ച ചെയ്യുന്ന വികസനമാണ്. 699 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം നടപ്പാക്കി. 699 കോടി. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ 2500 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ ചോദ്യം കൂടെ എടുത്തോണ്ട് വികസനം തന്നെ. ഹലോ
നിങ്ങൾ ചോദ്യം ചോദിച്ചു, അദ്ദേഹം മറുപടി പറഞ്ഞു. വികസനം വീണ്ടും ചർച്ച ചെയ്യുന്നു. ഇല്ലെങ്കിൽ പറയാം. ചോദിച്ചോളൂ. മേഡം നിങ്ങളെ വർഗീയ കാർഡൊക്കെ കയ്യിൽ വെച്ച് അതൊക്കെ കയ്യിൽ വെച്ച് നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള മലയോര ഹൈവേയും ഇവിടെയുള്ള കോളേജും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കും. സംശയം വേണ്ട. എല്ലാ വികസന പ്രവർത്തനവും പൂർത്തീകരിക്കും. 9 കൊല്ലം എന്തെടുക്കായിരുന്നു? 9 കൊല്ലം നിങ്ങൾ എന്തെടുക്കായിരുന്നു? അതിന് മുന്നേ നിങ്ങൾ എന്തെടുക്കായിരുന്നു? അതിന് മുന്നേ ആന്റണി ഉമ്മൻചാണ്ടി ഭരിച്ചല്ലോ. ചോദ്യം സനോജിനോട് ചോദ്യം. 9 കൊല്ലം മുമ്പ് നിലമ്പൂർ KSRTC ബസ് ടെർമിനൽ ആര്യാടൻ മുഹമ്മദോടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മുട്ടുസൂചി കുത്താൻ നിങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പ്രദാനം ചെയ്ത PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? ബസ് സ്റ്റാൻഡിൽ ബസ് കയറിക്കോളും, മുട്ടുസൂചി കുത്തണ്ട. ഇത് പറയാനേ കഴിയൂ. ഇടതുപക്ഷം നിങ്ങളോടാണ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കും. 900 കാര്യങ്ങൾ പറഞ്ഞിട്ട് 986 കാര്യങ്ങൾ അഭിമാനത്തോടുകൂടി നടപ്പാക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടാണ് ഈ 4ാം വർഷത്തിലേക്ക് കടന്നത്. 600 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ആ 600 ചെയ്ത് പൂർത്തീകരിച്ചിട്ടാണ് രണ്ടാമതും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വന്നത്. സമയത്ത് കാറ്റാടി പുന്നപ്പുഴക്ക് പാലമില്ല. ഞാൻ മൂത്തേടം പഞ്ചായത്തുകാരനായിരുന്നു. ആ മൂത്തേടം പഞ്ചായത്തിലെ ഇലക്ഷന് ആര്യാടം ഓരോ മുക്കിലും മൂലയിലും പറഞ്ഞ വാക്കുകളാണ്. പുന്നപ്പുഴക്കൊരു പാലം വേണം, അത് എൻ്റെ ഡയറിയിലുണ്ട് എന്ന് പറഞ്ഞു. ആ പാലം നടപ്പാക്കി കൊണ്ടത് ആരാട് TK ഹംസേ. അതായത് നിങ്ങൾ ആര്യാടൻ്റെ വികസനങ്ങൾ പറഞ്ഞു. ഈ ആര്യാടിനോട് നേരിട്ട് ഞാൻ ചോദിച്ചതാണ് മുക്കിൽ. ഞാനന്ന് ചെറുതാണ്. പുന്നപ്പുഴക്കൊരു പാലം വേണം, അത് എൻ്റെ ഡയറിയിലുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ഓടിയ ആളാണ് ഞാൻ. അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ആര്യാടൻ്റെ വികസനം പറഞ്ഞു. മറുപടി പറയാലോ. അപ്പോ ആര്യാടൻ അല്ല, ഞാൻ ഒരു ചോദ്യം പറയും. ആര്യാടൻ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് 30 കൊല്ലം അയാൾ ഇവിടെ MLA ആയത്. TK ഹംസയ്ക്ക് 5 കൊല്ലം കിട്ടിയത് കേട്ടോ. അപ്പൊ 16-ൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു പോയതോ? ആര്യാടൻ മാറിയിട്ട് ആര്യാടന്റെ മകന് ജയിക്കാൻ കഴിയാതെ പോയതോ? നേരത്തെ അല്ല, ഞാൻ ഒന്ന് സനോജ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മറുപടി പറയട്ടെ. അല്ല, ഒരു അവസരം തരൂ. നേരത്തെ ബസ് ടെർമിനലിനെ പറ്റി ചോദിച്ചു. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. സ്വയം ഞാൻ ചോദിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ 30-40 വർഷത്തെ വികസനത്തിന്റെ ഒരു മികവാണ് നിങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മകന് ആര്യാടന്റെ പഴയ തഴമ്പൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ നോക്കണ്ട. അതൊക്കെ കഴിഞ്ഞു. ആര്യാടൻ പണ്ട് 30 കൊല്ലം അതിലൊന്നും കാര്യമില്ല. ആധുനിക കാലമാണ്, പുതിയ കാലമാണ്. വോട്ടർമാർ വിലയിരുത്തും. അതുകൊണ്ട് ആര്യാടൻ പണ്ട് 30 കൊല്ലം എന്തോ ചെയ്തു. അതിന്റെ ബലത്തിൽ ഇങ്ങോട്ട് വരാം. സഹിഷ്ണുത നിങ്ങൾക്ക് ബാധകമാണ്. ക്ലാസ് എടുക്കുമ്പോ ആദ്യം അല്ല, തിരിച്ചു ആവാം. നേരത്തെ ചോദിച്ച ചോദ്യം ബസ് ടെർമിനലിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിച്ചു. വളരെ നന്നായി മറുപടി പറഞ്ഞു. CPM-കാർ കൈയടിച്ചു. ഇതാണ് ഇടതുപക്ഷത്തിന്റെ സംസ്കാരം. അല്ല, ആ സുഹൃത്ത് പാലത്തെ കുറിച്ച് ചോദിച്ചു. ആ സുഹൃത്ത് ആര്യാടന്റെ കാലത്ത് ചെയ്യാത്തതിനെ കുറിച്ചും പറഞ്ഞു. ഞാൻ പറഞ്ഞു വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരും. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരുന്നു. ചോദ്യം ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. അല്ലെ, ആ ചോദ്യത്തിന് വളരെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു. ആ ചോദ്യത്തിനാണ് ഞാനും മറുപടി പറഞ്ഞത്. ആ ചോദ്യത്തിനാണ് ഞാനും മറുപടി പറഞ്ഞത്. വികസന കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം മുൻനിർത്തിയിട്ടല്ല ഞാൻ പറഞ്ഞു. വികസനം സമഗ്രമായി ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. സമഗ്രമായ വികസനം ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാത്തിനെയും കൃത്യമായ രേഖകൾ ഞാൻ കാണിച്ച് പറയാം. നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയോ? നിങ്ങൾ എന്താ പറഞ്ഞത്? ആര്യാടന്റെ കാലത്ത് മാത്രമേ നടന്നുള്ളൂ. ആര്യാടന്റെ കാലത്ത് മാത്രമേ നടന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിങ്ങൾ അസ്വസ്ഥമാവുന്നത് ശരി. അല്ല, മറുപടിയുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റി ഈ പറയുന്ന ആ പാലത്ത് കൂടെ കടന്നു വന്നിട്ടാണ് ആ പാലത്തിനെതിരെ ഉളുപ്പില്ലാതെ സംസാരിക്കുന്നത് എന്നുള്ളത് വലിയ ആര്യാടനല്ല ചെയ്തതെന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ കാര്യമല്ല, ഞാൻ അദ്ദേഹത്തോടാണ് മറുപടി പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിനോടാണ് മറുപടി പറഞ്ഞത്. ആര്യാടൻ പറഞ്ഞത് എന്റെ ഡയറിയിലുണ്ട്. ആ ഡയറി തന്നെ ഉണ്ടായുള്ളൂ. TK ഹംസ വന്നിട്ടാണ് പാലം ആരാ ചെയ്തേ? സുഹൃത്തെ, ആരാണ് ആ പാലം ചെയ്തത്? ആ പാലത്തിലൂടെ നിങ്ങൾ വന്നു എന്നാണ് പറഞ്ഞത്. TK ഹംസയാണ്, ഞാൻ അംഗീകരിച്ചു. മൂത്തേടം പഞ്ചായത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാമ്പിന് അരിച്ചു പോകാൻ പറ്റാത്ത റോഡുകൾ ഉണ്ടായിരുന്നു. ഈ നിയോജകമണ്ഡലത്തിൽ എത്ര പാലം ഉണ്ടെന്നൊരു കണക്കെടുക്കണം. അതിൽ TK ഹംസ കൊണ്ടുവന്ന ഒരു പാലത്തിന്റെ കഥയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരുപാട് പാലത്തിന്റെ കഥ പറയാനുണ്ട്. നിങ്ങൾക്ക് TK ഹംസ കൊണ്ടുവന്ന ഒരു പാലത്തിന്റെ കഥ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരുപാട് പാലത്തിന്റെ കഥ പറയാനുണ്ട്. വൈദ്യുതി ഈ 9 വർഷത്തിലേക്ക് 9 പാലമാണ് നിലമ്പൂര്
പിന്നെ മണ്ഡലത്തിൽ കൊണ്ടുവന്നുള്ളത്. പണി നടന്നുകൊണ്ടിരിക്കുക അല്ലാതൊന്നുമല്ല. അത് അൻവറിന്റെ കാര്യമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ കാര്യ. അൻവർ പ്രശ്നം ചെയ്ത ഒരു കാലത്ത് കോൺഗ്രസ് ഇവിടെ മലയോര ഹൈവേക്ക് വികസനം കോട്ടെ ഈ മണ്ഡലത്തിലെ 165 കോടി രൂപ മലയോര ഹൈവേക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? 165 കോടി ഇല്ലാത്തതാണോ? അത് നിങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. എന്ത് കേന്ദ്രത്തിന്റെ ഫണ്ട്? നിങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, 165 കോടിയുടെ മലയോര ഹൈവേ ഇല്ലേ? മലയോര ഹൈവേ ഇല്ലേ? ടെർമിനൽ എവിടെ പോയി? ആകെ ഒരു മലയോര ഹൈവേ ഉണ്ട്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. ചോദ്യമുണ്ടോ? ഇവിടെ ഹലോ ഇവിടുത്തെ ചർച്ച കാണുമ്പോ ഈ ക്ലാസ്സിലൊക്കെ ഇരുത്തുന്ന പോലെ നിങ്ങളെ കസേര മാറ്റി ഇരുത്തേണ്ടി വരും കേട്ടോ. നിങ്ങളെ 3 പേരും പലയിടത്തായിട്ട് ഇരുത്തേണ്ടി വരും ഇങ്ങനെ പോയാ. ഇവിടെ ഞങ്ങളെ മലയോര മേഖല അലമ്പാക്കുന്ന പോലെ ചർച്ച അലമ്പാക്കാൻ തുടങ്ങി. മലയോര മേഖല ചെവിക്ക് പിടിക്കും ഞാൻ. വന്യമൃഗ ശല്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമുള്ള നന്നായി പറഞ്ഞത്. വന്യമൃഗ ശല്യത്തിന്റെ ആ വന്യമൃഗ ശല്യത്തിനെതിരെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഈ 10-60 കൊല്ലക്കാലം ഭരിച്ച കോൺഗ്രസ് എന്ത് ചെയ്തു? അത് പരിശോധിക്കപ്പെട്ടെ. ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്? നിൽക്കട്ടെ, ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ നിയമം കൊണ്ടുവന്നത്, വന്യമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത് മരുമകൾ വന്നപ്പോൾ എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ടുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ നാട്ടിലാകമാനം പന്നിയടക്കമുള്ള പെരിച്ചാഴി അടക്കം ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ വെറുതെ നട്ടാക്കുറുക്കാത്ത പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളില് ഇല്ലേ? ഒരു ഒറ്റ കാര്യം കൂടി പറയട്ടെ. ശശീന്ദ്രനല്ല, പറയാൻ പറ്റുമോ? ശശീന്ദ്രൻ കേന്ദ്രമന്ത്രിയല്ല, കേന്ദ്രത്തിന്റെ കാര്യം അവർ പറഞ്ഞു. 19 എംപിമാരുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ നാണം കെട്ട വർത്തമാനം പറയുന്നത്. 19 എംപിമാരുണ്ട് കേന്ദ്രത്തില്. ഈ നിയമം ഒന്ന് തിരുത്താൻ ഒന്ന് പറയണം. നിയമം പഠിച്ചിട്ടില്ലേ? അഡ്വക്കേറ്റ് നിയമറിയില്ലേ? അവിടെയാണ്, അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം ഇപ്പൊ രാജ്യസഭയിൽ ഇപ്പൊ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ കൂടിയായിട്ടുള്ള രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാൻ രാജ്യസഭയിൽ മുന്നോട്ട് വന്നപ്പോൾ ലോക്സഭയിലടക്കം UDF MPമാരുടെ ഭാഗത്തു നിന്ന് പോലും ഒരു പിന്തുണയുണ്ടായില്ല എന്ന് പറയുന്ന നിർഭാഗ്യകരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഈ നിയമം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടോ ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. മേനകാ ഗാന്ധിയുടെ താല്പര്യമനുസരിച്ച് പ്രാധാന്യം കൊടുക്കണം ചോദിച്ചാൽ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടാണ് എന്ന വ്യാഖ്യാനം കൊടുത്തിട്ട് രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ ആന ഇറങ്ങുന്നില്ലേ? കർണാടകയിൽ ആന ഇറങ്ങുന്നില്ലേ? കേരളത്തിൽ മാത്രമേ ആന ഇറങ്ങുന്നുള്ളൂ, കേരളത്തിൽ മാത്രമേ പുലി ഇറങ്ങുന്നുള്ളൂ. ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടാണ് പുലി ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന വ്യാഖ്യാനം കൊടുത്തിട്ട് 4 വോട്ടുണ്ടാക്കാൻ കഴിയുമോ? ഭരിക്കുന്ന കർണാടകയിൽ ആന കുത്തിയിട്ട് എത്ര ആളുകൾ മരിച്ചു? പശ്ചിമഘട്ടത്തിന് കീഴിൽ കിടക്കുന്ന കേരളം, തമിഴ്നാട്, കർണാടക ഈ സംസ്ഥാനങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു വന്യജീവികളെ, മനുഷ്യരെ ഉപദ്രവിക്കുന്ന ജീവികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പന്നികളെ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തു. പന്നികൾ വെടിവെക്കാൻ പറഞ്ഞു. നിങ്ങൾ വഴിക്കടവ് പഞ്ചായത്ത് വരുന്നത് കോൺഗ്രസ് ആണ്. വെടിവെച്ച ആൾക്ക് പൈസ കൊടുത്തിട്ടില്ല. മനസ്സിലായ? നിങ്ങളൊരു പ്രവർത്തകനുണ്ട്. പന്നിക്ക് കണിവെച്ച നായാട്ടിനിറങ്ങി ഒരു ചെറുക്കൻ മരിക്കുന്നതിനിടയാക്കി വൈദ്യുതി മോഷ്ടാർക്ക് പണി വെക്കുന്നു. പഞ്ചായത്ത് ചെയ്യേണ്ട പണി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിലൊക്കെ കൊടുക്കുന്നുണ്ടോ? വഴിക്കടവ് പഞ്ചായത്ത് പണം കൊടുത്തില്ല.
ആ ഷൂട്ടർമാർ പോത്തുകല്ല് പഞ്ചായത്ത് 100ഓളം പന്നികളെ വെടിവെച്ചതിന്റെ കാശ് കൊടുക്കാതെ കോൺഗ്രസ് ഭരിക്കുന്ന പോത്തുകല്ല് പഞ്ചായത്ത് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ? ആ ഷൂട്ടർമാരോട് ചതി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് കാണിച്ചു. കൊടുത്തിട്ടുണ്ടോ? ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ? ഇവരുടെ ആളുകൾ അല്ല, പന്നിയെ അതിലൊരു കാര്യം എന്താ അറിയോ? ഒരു മറുപടി ഉണ്ട്. Yes, സോയ, എനിക്ക് ഇറങ്ങിയിരിക്കുന്നു. മറുപടി ഉണ്ട്, അത് പറയാൻ അനുവദിക്കണം. നേരത്തെ അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ ഭരിക്കുന്നിടത്ത് മാത്രമാണ് പന്നി ആനയൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ഇതിനെ മാതൃകാപരമായി ശാസ്ത്രീയമായി തടയിടാനുള്ള സംവിധാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട്. ട്രെഞ്ചിങ് ഒരു ഗ്രൗണ്ട് സംസ്ഥാനം ചെയ്യുന്നില്ല. എല്ലാ കർണാടകയിൽ കേന്ദ്രത്തിന്റെ ഇടപെടലാ എല്ലാവരും ആവശ്യപ്പെടുന്നത്. കർണാടകയിൽ ഈ ഇടതുപക്ഷം നെതർലാൻഡ്സിൽ പോയി പഠിച്ചു, പ്രളയത്തെ പറ്റി പഠിച്ചു. ഈ നാട് മുഴുവൻ കർണാടകയുടെ കാര്യം പറ. ഒരു നെതർലാൻഡ്സിൽ കുന്തവും പോണ്ട. ചെയ്തില്ല. തൊട്ടടുത്ത കർണാടകയുടെ കാര്യം പറ. ഒരു കുന്തവും ചെയ്തില്ല. തൊട്ടടുത്ത പലയിടത്തും കർണാടക, പോയി പഠിക്കുന്നു. സിദ്ധാരാമ ഭരിക്കുന്ന പലയിടത്തും പോയി കർണാടക, പഠിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന പലയിടത്തും പോയി കർണാടക, കാര്യങ്ങൾ ഡി കെ പഠിക്കുന്നു. ശിവകുമാർ നടപ്പിലാക്കാൻ ഉപമുഖ്യമന്ത്രിയായ ആവശ്യമില്ലാത്ത കർണാടക. സർക്കാർ. ആ കർണാടകയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം Okay. എത്ര ആളുകൾ മരിച്ചു. അവിടെ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് എന്താ മെച്ചമുണ്ടായത്? ഒരു മെച്ചമുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ അതൊക്കെ നിങ്ങൾ വെറുതെ ശാസ്ത്രീയമായി വാദത്തിന് വേണ്ടി പറയുകയാണ്. ഞങ്ങളും വാദത്തിന് വേണ്ടി പറയുകയാണ്. സ്വന്തം നാട്ടിലെ ആളുകൾ മരിച്ചു വീഴുമ്പോ ഒരു ചെറുപ്പക്കാരൻ എത്ര നേരമായെന്നറിയോ? കഷ്ടമുണ്ട്. ചോദിക്കും. ജനങ്ങൾക്കുള്ള വികസനങ്ങളെ കുറിച്ചാണല്ലോ ഇവിടെ ഇരു മുന്നണികളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ജനങ്ങൾ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടൊരു ഗവൺമെൻറ് കോളേജ് ഇവിടെ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ് കോളേജ് പല രീതിയിലും ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയിട്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം. അതിനെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ആ ഗവൺമെൻറ് കോളേജ് നല്ല രീതിയിൽ യാഥാർത്ഥ്യമാകുമോ, അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനെക്കുറിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. ഏതായാലും ഞാൻ നോക്കി നിന്ന് മൈക്ക് തന്നതും മറന്നു പോണ്ട കേട്ടോ. അതിനൊരു മറുപടി പറയട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഇടപെടൽ പറയല്ല, നിങ്ങൾ അസ്വസ്ഥമാവണ്ട. ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ നിലമ്പൂർ കോളേജിനെ പറ്റി ചോദിക്കുമ്പോ, നിലമ്പൂരിലെ കോളേജിനെ പറ്റി ചോദിക്കുമ്പോ തേങ്ങാന്ന് ചോദിക്കുമ്പോ മാങ്ങാന്ന് പറഞ്ഞ പറയട്ടെ, പറഞ്ഞിട്ട് മറുപടി പറയൂ. നിങ്ങളാണ് പറഞ്ഞ ആളാ പറഞ്ഞത്. സുഹൃത്തെ, ഒരു കോളേജ് അനുവദിച്ചാൽ ആ കോളേജ് അത് യാഥാർത്ഥ്യമാവുക എന്ന് പറഞ്ഞാൽ അനുവദിക്കുന്ന ആ കൊല്ലമോ രണ്ടാമത്തെ കൊല്ലമോ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ പോവില്ല. സ്വാഭാവികമായിട്ടും അതിന് കെട്ടിടങ്ങൾ നിർമ്മിക്കാനും സ്ഥലമേറ്റെടുക്കാനും അതിന്റെ തുടർ കാര്യങ്ങളിലേക്ക് പോകാൻ സമയമെടുക്കും. ഇവിടെയുള്ള ഈ മണ്ഡലത്തിലെ കോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പറയട്ടെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്താ വേണ്ട ചർച്ച? ഞങ്ങൾ അങ്ങനെ ജനങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്നവരല്ല. ആ കോളേജിന്റെ മെച്ചപ്പെട്ട നിലയിലുള്ള മുന്നോട്ട് പോക്കിന് ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. ആ കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തിരിക്കും. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഒരു കോളേജിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. കേരളത്തിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച് 2500 സ്കൂൾ അടച്ചുപൂട്ടലിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടൊരു മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. അതിന് തൊട്ട് മുന്നേ കേരളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വഴിമരുന്നിട്ടവർ അത് UDF-ന്റെ കാലമായിരുന്നു. ഉമ്മൻചാണ്ടി എല്ലാ സ്ഥലത്തും പോയി കല്ലിടും. കല്ലിടൽ മുഖ്യമന്ത്രിയാണ്. കല്ലിടുകയാണല്ലാതെ മറ്റൊന്നും ഇവർ ചെയ്യില്ല. അടുത്ത ചോദ്യം. കല്ലിടാൻ ആർക്കുമാവും. അതുകൊണ്ട് കോളേജ് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതാ. എന്താ സംശയം? ഏത് മെട്രോ? ഒരു മെട്രോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ചോദ്യം UDF പ്രതിനിധിയോടാണ്. കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് 5 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. 5ഉം അരയൊക്കെ ആയിട്ട് കുറെ മന്ത്രിമാരുണ്ടായിരുന്നു. കേരളവും ഭരിച്ചുകൊണ്ടിരുന്ന UDF ആയിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്നും ഈ വന്യജീവി ശല്യം ഈ പ്രദേശങ്ങളിൽ നേരിടുന്നുണ്ട്, മലയോര മേഖലകളിലെല്ലാം? എന്തുകൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ആ നിയമത്തിൽ ഒന്ന് പൊളിച്ചെഴുതാനോ ജനങ്ങൾക്ക് അനുകൂലമായി നിയമം മാറ്റിയെഴുതാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ, അന്ന് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് ഒരു എയിംസോ സ്ഥലമില്ല എന്ന് പറയരുത്? സ്ഥലമുണ്ട് നമ്മുടെ മാവൂർ റേൺസിന്റെ ഭാഗത്ത്. അതുപോലെ തന്നെ കോച്ച് ഫാക്ടറി, അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കേരള ഗവൺമെന്റ് ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞില്ല? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമോ ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ? അല്ല, ഇതിനും ഒരു മറുപടി ഉണ്ട്.
വൈൽഡ് ലൈഫ് റിസർവ് എന്ന് പറയുന്ന കരിമ്പുഴ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തേക്ക് അത് വൈൽഡ് ലൈഫ് റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചതും അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ആരാണ്? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കേന്ദ്രം അല്ല, ഒരു അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണോ? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, അതിന്റെ മറുപടി ആ 72-ലെ നിയമം UPA സർക്കാരിന്റെ കാലത്താണ് അതിശക്തമായി നിയമ ഭേദഗതികളിലൂടെ കൂടുതൽ കർക്കശമാക്കിയത്. മോദി സർക്കാർ അതിലും കൂടുതൽ കർക്കശമാക്കി. കേന്ദ്ര നിയമത്തിലൂടെ അത് കഴിയൂ. അതിൽ UPA ആര്യാട് സാർ വിചാരിച്ചാൽ ഇല്ലാതാവുന്നതല്ല, കേന്ദ്ര നിയമമാണ്. അത് ഒരു ആര്യാട് സാറിനെ AK ആന്റണിയും വയലാർ രവിയും KC വേണുഗോപാലും അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിമാരായിരുന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ചോദ്യം. കാലത്ത് സ്വാധീനമുള്ള കാലത്ത് ആ നിയമങ്ങൾ പരിശോധിക്കാൻ ആവശ്യമായ പുനഃപരിശോധിക്കാൻ ആവശ്യമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. UPA ഗവൺമെന്റ് കണക്കാണ്, BJP ഗവൺമെന്റ് കണക്കാണ്. മനുഷ്യന്റെയും കർഷകന്റെയും ഒക്കെ സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന ഈ അപകടകാരികളായ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തി മനുഷ്യന് സഹായകരമാകുന്ന നിലയിൽ പൊളിച്ചെഴുത്തു വേണം. എന്തേ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇത് ചെയ്യാതിരുന്നതെന്നാണ് ആ സുഹൃത്ത് ചോദിച്ചത്. എത്ര മലയാളി കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു AK ആന്റണി മുതൽ ഇങ്ങോട്ട്? അല്ല, ഞാൻ പറയുന്നത് ഇതിന് ശാസ്ത്രീയമായ അന്നെന്താ ചെയ്യാൻ ഈ പറയുന്ന രീതി മോദി സർക്കാർ ചെയ്യുന്നില്ല. മോദി സർക്കാർ ഇടതുപക്ഷം ഒരിക്കലും ഇന്ത്യ ഭരിക്കാത്തതുകൊണ്ട് നടപ്പിലായില്ലല്ലോ. ചോദിക്കാതിരിക്കാൻ കഴിയോ? ഒരിക്കലും ഇന്ത്യ അവർ ചോദിക്കില്ലേ? അത് നടപ്പിലാവില്ല. ഇവിടുത്തെ ചോദ്യം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച സമയത്ത് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള അവസരം ഒന്നും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങളുടെ പാർട്ടി ഇന്ത്യ ഭരിക്കില്ലല്ലോ എന്ന് ആശ്വസിക്കുകയാണ്. എന്താണ് അരി എത്ര ചോദിക്കും, പയർ അഞ്ഞാഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കരിമ്പുഴ ഉൾപ്പെടുന്ന പ്രദേശം വൈൽഡ് ലൈഫ് റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. അതിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഉണ്ടാകുന്ന ഇത്ര വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പാവപ്പെട്ടവരുടെ അത്താണിയാണ് ഈ പെൻഷൻ പദ്ധതി. ആ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ എന്താണ്? ഇത് കൈക്കൂലിയാണെന്ന്. ആ കൈക്കൂലിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലും വാങ്ങുന്നുണ്ട്, ഞങ്ങളത് അഭിമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്. അത് കൈക്കൂലിയാണെന്ന് നിങ്ങൾ പറയാന്നുണ്ടല്ലോ. ഈ ചോദ്യത്തിനൊന്നും മറുപടി ഏത് സമയത്തിന് ഒരു മാസം ബാക്കിയുള്ളൂ, പിന്നെ സമയത്തിന് കൊടുക്കാം. ഇനി ഞങ്ങൾ അത് 2000 ആക്കാൻ പോവാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്. രണ്ടുപേരിലേക്ക് വരാം. ഇതൊരു മറുപടി പറയട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ വ്യക്തമായ മറുപടി ഉണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോ 5-6 മാസം അങ്ങ് മുടക്ക് വരുത്തും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഞാൻ പറയട്ടെ, പറയാൻ അനുവദിക്കണം. മുടക്ക് വരുത്തും. എന്നിട്ട് ഞാൻ പറയട്ടെ, ഇത് സമയം 18 മാസം മുടക്കം നിർത്തണം. ഈ നോണ 18 മാസത്തെ മറുപടി പറയട്ടെ. അപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞല്ലോ മരുന്ന് വാങ്ങാനാന്ന്. അപ്പൊ പിണറായി വിജയൻ 6 മാസം കഴിയുമ്പോ ഷുഗറിന്റെ മരുന്ന് 6 മാസം കഴിയുമ്പോൾ ഒരുമിച്ച് വായിലേക്ക് ഇട്ടാൽ മതിയോ? ഓരോ ദിവസം അതിലൊരു പ്രശ്നമുണ്ട്. അതിലാണ് അവരുടെ വിയോജിപ്പ്. അവരുടെ വിയോജിപ്പ് അതാണ്. നിങ്ങൾ സർക്കാരിനെ പറഞ്ഞു, പക്ഷെ മനുഷ്യരെ എന്തിന് കൈക്കൂലി ആക്ഷേപിച്ചു? പുതുപ്പള്ളി ഇലക്ഷൻ വന്നപ്പോ ഇത് സംസ്ഥാന അല്ല, ഈ സംവാദത്തിൽ ഉറപ്പായും വരേണ്ട ഒരു വിഷയം തന്നെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ അഖിലേന്ത്യാ നേതാവ് സന്തോഷം നമുക്ക്. അപ്പൊ അഖിലേന്ത്യാ നേതാവ് പറയാണ് ഈ 62 ലക്ഷം ആളുകളോട് നിങ്ങൾക്കെല്ലാം ഈ ചിലരെ കൈക്കൂലി തന്നാൽ ഈ 62 ലക്ഷം ആൾക്ക് വോട്ട് LDF അനുകൂലമായി ചെയ്യും എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പിടിച്ചു വെച്ചത് ആരാണ്? പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ. ഞാൻ പറയട്ടെ, പിടിച്ചു വെച്ചില്ല. അത് ഇനി അദ്ദേഹം പൂർത്തിയാകട്ടെ. സുഹൃത്തെ,
ഹലോ ഇവിടെ പറയും അവിടെ ഇരിക്കൂ. അല്ല, പിടിച്ചു വെച്ച കഥയൊക്കെ പറയാം. ഇവര് പറയും. ഇവരിപ്പോ 3 മാസത്തെ മറ്റേ ഷുഗറിന്റെ ഗുളികയെ കുറിച്ച് പറഞ്ഞല്ലോ. 18 മാസത്തെ ഷുഗറിന്റെ ഗുളിക ഒന്നിച്ച് വായിലിട്ട കാലൊക്കെ ഉണ്ടായിരുന്നു. 2016 മെയ് 2016 ഗവൺമെന്റ് മാറി ഇടതുപക്ഷം വന്നപ്പോ എൻ്റെ അമ്മക്ക് 10,500 രൂപ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയത്? എത്ര മാസത്തെ പെൻഷനാണ് കിട്ടിയത്? ഞാനിത് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ റെസീറ്റ് ഇങ്ങോട്ട് അയച്ചു തരാം. അപ്പൊ അന്ന് 2016 ഏതായിരുന്നു ഇലക്ഷൻ? സുഹൃത്തെ, 2016 ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇലക്ഷൻ ഉണ്ടായിരുന്നോ? അപ്പൊ ഇലക്ഷൻ ഇല്ലാത്ത കാലത്തും 10,500 15,000 രൂപ പെൻഷൻ ഈ നാട്ടിലെ 62 ലക്ഷം ആളുകൾ കിട്ടിയിട്ടുണ്ട്. അവരോടാണ് ഇവരുടെ KC വേണുഗോപാൽ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഈ ഇലക്ഷൻ കാലത്ത് ഈ നക്കാപ്പിച്ച വാങ്ങിയിട്ടാണ് നിങ്ങളെല്ലാം ഈ വോട്ട് മാറ്റി ചെയ്യുന്നത് എന്ന്. അപ്പൊ പരാജയ ഭീതി കൊണ്ട് ഈ ആളുകളുടെ മാനസിക മാറിയിട്ട് ഇടതുപക്ഷം വന്നപ്പോ ഒരു തെരഞ്ഞെടുപ്പുമില്ലാത്ത കാലത്ത് 10,500 മുതൽ 15,000 രൂപ വരെ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തതിന് റെസീറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. കാലം ഉണ്ടായിരുന്നു. ഇതിലെ പ്രശ്നം പരാജയ ഭീതിയാണ്. എന്താണെന്നറിയോ? പരാജയ ഭീതി എന്താണെന്നറിയോ? ലീഗിന്റെ അണികൾക്കിടയിൽ നിന്ന് കടുത്ത വിയോജിപ്പ് ഈ സ്ഥാനാർത്ഥിക്കരുന്നു. പാണക്കാട് തറവാട്ടിലേക്ക് എന്തേ പോലീസിനെ അയക്കാത്തെന്നാ ചോദിച്ചത്. ആര് ചോദിച്ചു? ആര്യാടെ ഷൗക്കത്ത് ചോദിച്ചു. പാണക്കാട് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മറന്നു പോയിട്ടില്ല. പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് എന്താ പോലീസിനെ അയക്കാത്തൻ ചോദിച്ചു സംഘം ആകെയുള്ള പ്രതീക്ഷ അൻവർ ആയിരുന്നു. അൻവറിന്റെ വീട്ടിൽ തലയിൽ മുണ്ടിട്ട് പോയി. വോട്ടില്ല. രാത്രിയിൽ പോയി നടത്തുന്നത്. രാത്രിയിലെ ചർച്ച പ്രതിപക്ഷ നേതാവ് പകല് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നിട്ടായിരുന്നു കേൾക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ രാഹുൽ മാങ്കൂട്ടം പറയുന്നതാണോ ശരിയെന്നാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം അതിന്റെ പിറ്റേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം ചേട്ടൻ കണ്ടിരുന്നോ? എന്താ പറഞ്ഞേ? കണ്ടിരുന്നോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് അതാണ് ശരി എന്ന് പറഞ്ഞു. അതിനെന്താ പ്രയാസം? നിങ്ങളല്ലേ PDP തെറ്റിദ്ധരുത്തി വന്നു PDP തെറ്റിദ്ധരുത്തി വന്നു പറഞ്ഞ ആൾക്കാരാ. PDP തെറ്റിദ്ധരുത്തി വന്നു പറഞ്ഞ ആൾക്കാരാ. PDP തെറ്റിദ്ധരുത്തി വന്നു പറഞ്ഞ ചോദ്യത്തിനപ്പോ സ്വയം ഉത്തരവില്ലേ? പറഞ്ഞു കൊടുക്കുക. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്തിനു പോയി? അത് പകൽ വെളിച്ചത്തിൽ ഇയാള് ഞങ്ങൾക്കൊരു തലവേദനയല്ല, ഭയങ്കര വീരശൂര പരാക്രമിയായി ഞങ്ങൾക്കിവിടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി വയനാട്ടിലേക്ക് വന്ന രാജകുമാരൻ ഉണ്ടായിരുന്നു. അയാൾ 5 വർഷം കഴിഞ്ഞപ്പോൾ 5 വർഷം കഴിയാൻ നേരത്ത് അടുത്ത പാർലമെന്റിന് തൊട്ട് മുന്നേ ഒരു വയനാട്ടിൽ ഒരു പാവപ്പെട്ട കർഷകനെ ആന ചവിട്ടി കൊന്നപ്പോൾ ആ കർഷകന്റെ മകളുടെ കയ്യിൽ നിന്ന് കത്തും വാങ്ങിപ്പോയി ആനയ്ക്ക് എന്നിട്ട് സഹോദരിയെ വിട്ടു. എന്നിട്ട് ഇപ്പൊ എന്തായി ആ കത്തിന്റെ അഡ്രസ് ഒന്ന് പറയോ? ആ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ചിഹ്നം പോകാത്തത് CPM-ന്റെ ചിഹ്നം പോകാത്തത് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ആ DMK-യോട് നല്ല രക്ഷയുള്ളൂ. തമിഴ്നാട്ടിൽ DMK-യോട് നിന്നാലേ നിങ്ങൾക്കും രക്ഷയുള്ളൂ. മരപ്പട്ടി ചിഹ്നം വേണ്ടി ഞങ്ങൾ സഹായിച്ചത് മറന്നു വരുത്. മരപ്പട്ടി ചിഹ്നം കിട്ടിയത് മരപ്പട്ടിക്ക് കുത്തേണ്ടി വന്നേ ഗതികേടായി. ഹലോ നിർത്തി.
നിങ്ങൾ വലിയ വർത്താനം വേണ്ട. ഇവിടെ UDF-ന്റെ വേഗത്തിൽ ചോദ്യങ്ങൾ വേഗത്തിൽ വേഗത്തിൽ UDF മന്ത്രിസഭയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. ആരറിയോ? അബ്ദുൾ റബ്ബിനെ പറയിപ്പിക്കാനുള്ള ഒരു മന്ത്രി. കുട്ടിയൊക്കെ ശിവൻകുട്ടി ഭയങ്കര മിടുക്കനാ. ശിവൻകുട്ടി സഖാവ് മിടുക്കനാ. ശിവൻകുട്ടി സഖാവ് മിടുക്കനാ, സംശയമില്ല. പാഠപുസ്തകം കൊടുക്കാൻ പറ്റോ? ശിവൻകുട്ടി സഖാവ് മിടുക്കനാണെന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കും സംശയമില്ല. UDF-ന്റെ പ്രതിനിധിയോടാണ്. പറയൂ. നമ്മുടെ വഴിക്കടവ് പഞ്ചായത്തിലെ ഒരു 15 വയസ്സുകാരൻ മരണപ്പെട്ടു. മരണത്തെ പോലും ഒരു ആഘോഷമാക്കുന്ന പറഞ്ഞു നന്നായി. അല്ല പറയട്ടെ, പറഞ്ഞിട്ട് മറുപടി വരും. നന്നായി, താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. അന്ന് രാത്രി നിങ്ങളുടെ നേതാവ് ചാമക്കാല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് നിമിഷങ്ങൾക്കകം അത് ഡിലീറ്റ് ആക്കി. അത് എന്തുകൊണ്ട്? അത് ചായ കുടിക്കാൻ വന്നിരുന്ന വേറെ 2 കുട്ടികളെ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഡിലീറ്റ് ആക്കി. ആ മിൽമ ബൂത്തിന്റെ മുമ്പിൽ ചായ കുടിക്കാൻ മറുപടി പറയണം. മറുപടി അവിടെ ചായ കുടിക്കാൻ വന്ന 2 പാർട്ടിയിലില്ലാത്ത 2 കുട്ടികൾ ആ ഫോട്ടോയിൽ പെട്ടു. അപ്പൊ ഞങ്ങൾ ഡിലീറ്റ് ആക്കി. എന്നെന്താ കുഴപ്പമെന്താ? എന്റെ ഫേസ്ബുക്ക് ഞാൻ ഡിലീറ്റ് ആക്കും. എന്താ വിഷമം? എന്താ? ശശീന്ദ്ര മന്ത്രി പറഞ്ഞ പോലെ വൃത്തിയാണെന്നും പറഞ്ഞില്ലല്ലോ സുഹൃത്തേ. ശശീന്ദ്ര മന്ത്രി പറഞ്ഞ പോലെ വൃത്തിയാണെന്നും പറഞ്ഞില്ലല്ലോ. വൃത്തിയാണെന്നും പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയ ഗൂഢാലോചന രാഷ്ട്രീയ അശ്ലീലമല്ലേ? രാഷ്ട്രീയ അശ്ലീലം എന്ന് പറയുന്നത് യഥാർത്ഥ രാഷ്ട്രീയ അശ്ലീലം എന്താണ്? ഒരു പാവപ്പെട്ട കുഞ്ഞ് മരിക്കുന്നു. ആ മരണത്തെ ലക്ഷ്യം വെച്ചിട്ട് കുറച്ചാളുകൾ ആഘോഷപൂർവ്വം റോഡ് ഉപരോധിക്കുക. ഇതെല്ലാം ആഘോഷപൂർവ്വം ഉപരോധിക്കുക. റോഡ് ഉപരോധിച്ചിട്ട് വോട്ടുണ്ടാക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക. യഥാർത്ഥത്തിൽ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു പന്നിയെ ഷൂട്ട് ചെയ്യാൻ ഈ 2-3 മാസം മുൻപ് പരാതി കൊടുത്തിട്ട് KSB എന്തെടുക്കായിരുന്നു? പരാതി കൊടുത്തിട്ട് KSBക്ക് എന്താ ഷൂട്ടർമാർക്ക് ആവശ്യമായ UDF-ന്റെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ പോലീസ് അന്വേഷണത്തിൽ വെളിവായതാണ്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. ആ കൊലപാതകം നടത്തിയ ആൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആളാണ്. അപ്പൊ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ ആദ്യം വിളിച്ചത് കോൺഗ്രസ് നേതാക്കളെയാണ്. ഇതെല്ലാം പുറത്തു വന്നു. ചാമക്കാലയോട് ആരോ പോയി പറഞ്ഞു അത് നമ്മളെ ആളാണെന്ന്. അപ്പൊ തന്നെ ഫേസ്ബുക്ക് അർത്ഥമന്മാരുടെ രാഷ്ട്രീയമാണ്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തെ ലക്ഷ്യം വെച്ചിട്ട് വോട്ടുണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കി രണ്ടുപേരോടും ഈ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ആ സംഭവം ഉണ്ടായി മണിക്കൂറിനകം മുഖ്യപ്രതി പിടിയിലാകുന്നു. പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യം എന്താണ്? അയാൾക്ക് കോൺഗ്രസ് ബന്ധമുണ്ട്. ആ പഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി അംഗമാണ് അയാൾ. വാർഡ് കമ്മിറ്റി അംഗമാണ് അയാൾ. വെറുതെയല്ല ചാമക്കാല ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ആക്കി ഓടിയത്. അയാൾ കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ആയിരുന്നു. ആ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. ഷൂട്ടർമാർക്ക് പണം കൊടുത്തില്ല. കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ വാർഡ് അംഗമാണ് അയാൾ. കോൺഗ്രസിന്റെ വാർഡ് അംഗമാണ് അയാൾ. ബൂത്ത് കമ്മിറ്റി അംഗമാണ് അയാൾ. അതുകൊണ്ടാണ് ഓടേണ്ടി വന്നത്. കോൺഗ്രസ് പ്രവർത്തകൻ ഇങ്ങനെ ആവേശകരമായ വിഷയങ്ങൾ ഇങ്ങനെ വരുന്നു, തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ വരുന്നു. അതാരെ പ്രതിരോധത്തിലാക്കുന്നു? ഏതൊക്കെ വിഷയങ്ങൾ സജീവമായി ജനങ്ങൾക്ക് മുമ്പിലേക്ക്, വോട്ടർമാർക്ക് മുമ്പിലേക്ക് മുന്നണികൾ എത്തിക്കുന്നു? സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ പടക്കളം ജനങ്ങളുടെ ഈ നിലപാടുകൾ, ആവേശം, വിമർശനങ്ങൾ, ചോദ്യങ്ങളെല്ലാം ഏറ്റുവാങ്ങി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വളരെയധികം നന്ദി.